ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെയോ പിങ്കി തടി തപ്പി ലക്ഷ്മിയുടെയും മോഹിനിയുടെയും മുമ്പില്. പക്ഷേ പിങ്കിയുടെ മനസ്സ് നിറയെ ആ ഒരു ശാന്തി മുഹൂർത്തമാണ് കേട്ടോ. സമനില തെറ്റിയ നമ്മുടെ പിങ്കി എന്ത് ചെയ്യണം, ഇതെവിടെയാണെന്ന് പോലും അറിയില്ല നമ്മുടെ പിങ്കിക്ക്. അതുപോലെയാണ് പിങ്കിയുടെ പെരുമാറ്റം ഇന്നത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി എങ്ങനെയോ തടി തപ്പി അങ്ങ് മാറിപ്പോവുകയാണ്. പവിത്രയായിക്കോട്ടെ അവിടെ സെറ്റിൽ കിടക്കുന്നു. ഒരു വിധത്തിലെ ലക്ഷ്മിയും മോഹിനിയും കൂടെ പവിത്രേനെ പിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയി ഇട്ടു. അവിടെ കിടന്ന് നമ്മുടെ പവിത്ര ഉറങ്ങുകയാണ്. അപ്പോഴേക്കും മോഹിനി പറഞ്ഞു, നമ്മൾ പിങ്കിനെ വെറുതെ അവിശ്വസിച്ചല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, പിങ്കിനെ ഞാൻ അവിശ്വസിച്ചിട്ടൊന്നുമില്ല. പിങ്കിനെ ഞാൻ വിശ്വസിച്ചിട്ട് വേണ്ടേ അവിശ്വസിക്കാന്. അതെ, പിങ്കി ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. പിങ്കി തന്നെയാ ഇതെല്ലാം ചെയ്തത്. അവൾക്ക് എൻ്റെ മോനും മോളും ഒന്നിക്കുന്നത് ഇഷ്ടമല്ല, അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പവിത്രയുടെ കയ്യിൽ അവള് പാലിലോ മയക്കുപൊടി എങ്ങാണ്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. പവിത്ര ആ പാല് കുടിച്ചു. അതുകൊണ്ടാണല്ലോ പവിത്രയ്ക്ക് ഇപ്പൊ ഇത് സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനും മരുമോളും ഇപ്പൊ ഏതവസ്ഥയിലായി തീർന്നേനെ. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടി ഇത് പുറത്തു വിടാൻ പറ്റില്ല മോഹിനി. എനിക്ക് നമ്മൾ ഇതാരോടും പറയേണ്ട കാര്യമില്ല, ഇതാരെയും അറിയിക്കുകയും വേണ്ട. കണ്ടില്ലേ അവള് പറഞ്ഞത്, അതൊരു ചെറിയ ഭീഷണി തന്നെ ആയിട്ട് എടുക്കുന്നത് നല്ലത്. അവൾ അർജുനെയും കൂട്ടി ഈ വീട്ടിന്റെ പടി ഇറങ്ങുന്നത്. അങ്ങനെ അവൾ ഈ വീട്ടിന്റെ പടി ഇറങ്ങിയാൽ നമുക്ക് സഹിക്കുമോ? അർജുൻ മോനെയും കൂട്ടിക്കൊണ്ട് അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമംഗലി ചേച്ചി സഹിക്കുവോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ക്ഷമിച്ചത്. ഏതായാലും നമ്മൾ രണ്ടാളും മാത്രം ഇതറിഞ്ഞാൽ മതി. ഇത് ഗൗതമും നന്ദയും പോലും അറിയാൻ പാടില്ല, ആരും അറിയണ്ട. അർജുൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മോഹിനിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിട്ടോ. ഏതായാലും മോഹിനി ആരാ സൈസ്? മോഹിനി ആരോടെങ്കിലും പറയാതിരിക്കുമോ? എവിടെയെങ്കിലും പവിത്രയുടെ ബാക്കിയാണല്ലോ, എവിടെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്ന് കരുതിയാണ് മോഹിനി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹിനി ഇത് ആരോടെങ്കിലും പറയും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ പിങ്കി റൂമിനകത്ത് പോയിട്ട് സഹി കെട്ടി ഇങ്ങനെ ഇരിക്കുക. രാത്രി ഉറക്കം വരുന്നില്ല. നമ്മുടെ അർജുൻ അവിടെ ഉണ്ട്. അപ്പം പിങ്കി ചെന്ന ഉടനെ തന്നെ അർജുൻ ചോദിച്ചു, അല്ല പവിത്രയുടെ കാര്യം ചോദിച്ചു. പവിത്ര എന്തിയെ? പവിത്രയ്ക്ക് എന്തായി? നീ വല്ലതും പോയി തിരക്കിയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവള് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അല്ല പവിത്രയ്ക്ക് എന്താ പറ്റിയതെന്നാ എനിക്ക് അറിയത്തില്ലാത്തത്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല അത് ഇങ്ങനെ മയങ്ങിയൊക്കെ പോകാൻ മാത്രം എന്താ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പവിത്രയ്ക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആർക്കറിയാം, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും പരവേശവും വെപ്രാളവും എന്താ പറയുക, ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിങ്കിയുടെ എന്താണ് പിങ്കിക്ക് സംഭവിക്കുന്നത് എന്ന്. കാരണം നമ്മുടെ അർജുൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പൊ അർജുൻ ഉള്ളത് കൊണ്ട് തന്നെ പിങ്കിക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അർജുന്റെ മുമ്പിൽ വെച്ച് ഒന്ന് പൊട്ടിക്കരയാൻ കൂടി കഴിയാത്ത നമ്മുടെ പിങ്കിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ നീണ്ടു നിവർന്ന് നേരം വെളുപ്പിച്ച് നമ്മുടെ പിങ്കി അവിടെ അടിപൊളിയായിട്ട് ശാന്തി മുഹൂർത്തവും കഴിഞ്ഞു കേട്ടോ. ഏതായാലും എന്തോ ദൈവ ഭാഗ്യം കൊണ്ടാണ് നമ്മുടെ പവിത്രയ്ക്ക് ആ ഒരു പാല് കുടിക്കാൻ തോന്നിയതെന്നും അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞല്ലോ ഈശ്വര എന്നും പറഞ്ഞ് ഈശ്വരനോട് നന്ദി പറയുന്ന നമ്മുടെ ലക്ഷ്മിയുടെ പ്രാർത്ഥന, അത് ചിലപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം നമ്മുടെ പവിത്രയ്ക്ക് ആ ഒരു പാല് കുടിക്കാൻ തോന്നിയത്. അങ്ങനെ നേരം വെളുത്തിട്ട് നമ്മുടെ പവിത്ര കട്ടിലയിൽ വെട്ടിയിട്ട പോത്ത് പോലെ കിടക്കാണ് കേട്ടോ. പവിത്ര എണീറ്റിട്ടില്ല. ഇതേ സമയം ആയിക്കോട്ടെ പിങ്കിക്ക് ഉറക്കമൊന്നുമില്ലല്ലോ. പിങ്കി രാവിലെ തന്നെ എണീറ്റു. നമ്മുടെ അർജുൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കിനെ കാണുന്നൊന്നുമില്ല കേട്ടോ. അർജുൻ നോക്കിയപ്പോൾ പിങ്കി അവിടെ ഇല്ല. അർജുന് പിന്നെ ഒത്തിരി അറിയേണ്ട കാര്യമില്ല. പിങ്കി എന്താ ചെയ്യുന്നതെന്ന് പിങ്കിക്കും അറിയില്ല, പിന്നെ എങ്ങനെയാ അർജുൻ അറിയാവുന്നത്? അങ്ങനെ അർജുൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിങ്കി ആണെങ്കിൽ നേരം എടുത്തിട്ട് ഇവരുടെ റൂമിൽ എന്താ നടന്നത് എന്ന് അറിയണമല്ലോ. ഇനി ശാന്തി മുഹൂർത്തം കഴിഞ്ഞോ ഇല്ലയോ, അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വെപ്രാളത്തിൽ ആ റൂമിന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ പരുങ്ങാണ്. അങ്ങനെ റൂമിന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ പരുങ്ങുന്നു. എന്ത് ചെയ്താ വാതിൽ തുറക്കുന്നുമില്ല ഇവര് വാതിൽ തുറക്കാത്തത് കൊണ്ട് തന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. വീണ്ടും കട്ടിലേ പോയി ഇരിക്കുന്നു. ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കണം? ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ഗൗതമിനെ നന്ദയ്ക്ക് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥ വന്നാല് ഈ പിങ്കി ശവമായിട്ട് മാറിയതിന് ശേഷം മാത്രം ഈ മണ്ണിനോട് മണ്ണായതിന് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ പിങ്കി
നന്ദയ്ക്ക് ഗൗതമിനെ വിട്ടുകൊടുക്കില്ല. ജന്മയുഗാന്തരങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ദൈവം ഞങ്ങൾ ഒരുമിച്ച് ചേർക്കേണ്ടവരാണ്. അതിൻ്റെ ഇടയിൽ വിലങ്ങ് തടിയായിട്ട് വന്നിരിക്കുന്ന 2 പേരാണ് അർജുനും നന്ദയും. ഞാൻ കൊന്നിട്ടാണെങ്കിലും എൻ്റെ പ്രതികാരം ഞാൻ വീട്ടുമെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ പിങ്കി. ഏതായാലും പിങ്കി ഇതിനിടയ്ക്ക് നമ്മുടെ സാന്ദ്രനെ വിളിച്ചിട്ടോ അന്യായം ചീത്ത പറയാണ് കേട്ടോ സാന്ദ്രനെ. സാന്ദ്ര ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നീ ഒന്ന് അടങ്ങ് പിങ്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിങ്കി എവിടെ നിന്ന് അടങ്ങാൻ, പിങ്കിക്ക് അടങ്ങാൻ വല്ലതും പറ്റുമോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് എന്താ പറയുക, കാമപ്രാന്താന്ന് തോന്നുന്നു. അതുപോലത്തെ സ്വഭാവമാണ് പിങ്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുണ്ടോ സ്ത്രീകൾ? ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ? പ്രേമവും സ്നേഹവും ഒക്കെ കാണും, വിവാഹശേഷവും ചിലപ്പോൾ മനസ്സിൽ അത് കൊണ്ട് നടക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പകയും വിദ്വേഷവുമായിട്ട് നടക്കുന്ന വേറൊരു സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും. ഏതായാലും കഥയിൽ ചോദ്യമില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതമും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദ നേരെ വാഷ്റൂമിലേക്ക് പോയി. ഗൗതമും അവിടെ ഇല്ല. അപ്പം പതുക്കെ വന്ന് നോക്കിയപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. വാതിൽ തുറന്ന് കിടക്കുന്ന പിങ്കി പതിയെ വന്നപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ചുരുണ്ടു കൂടി അതിൽ ഉണ്ടായിരുന്ന മുല്ലപ്പൂ, അതായത് നന്ദയുടെ തലയിൽ ഉണ്ടായിരുന്ന മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പൊ നന്ദയുടെ തലയിലുണ്ടായിരുന്ന മുല്ലപ്പൂ എല്ലാം അവിടെ പൊട്ടി വീണ് കിടക്കുന്നത് കണ്ട നമ്മുടെ പിങ്കിക്ക് സഹിച്ചില്ല. പിങ്കി നോക്കിയപ്പോഴത്തേക്കും ശാന്തി മുഹൂർത്തം കഴിഞ്ഞിരിക്കുന്നു എന്ന് പിങ്കിക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടികിട്ടി. ആ ബെഡ്ഷീറ്റും അതിന്റെ ആ ഒരു കിടപ്പോശം കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. ഇത് മനസ്സിലായ പിങ്കി അവിടെ നിന്ന് അങ്ങോട്ട് പെരുകിയിട്ട് ബെഡ്ഷീറ്റ് എല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ട് അതും എടുത്തുകൊണ്ട് നേരെ പറമ്പിലേക്ക് പുറകുവശത്തേക്ക് പോയി. അടുക്കളയുടെ പുറകുവശത്തേക്ക് കണ്ടാണ് പോകുന്നത്. അങ്ങനെ പുറകുവശത്തേക്ക് പോയിട്ട് എവിടുന്നോ മണ്ണെണ്ണയൊക്കെ എടുത്തോണ്ട് വരികയാണ്. വെപ്രാളം പിടിച്ചാട്ടോ, കാണുമ്പോൾ അറിയാം ആ ഒരു ഭ്രാന്തിന്റെ മൂർച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് പിങ്കി. അങ്ങനെ വെപ്രാളം പിടിച്ചു പിങ്കി ആ മണ്ണെണ്ണ എടുത്തോണ്ട് വന്ന്, കുറെ മണ്ണെണ്ണ ഉണ്ടായിരുന്നു ഒരു കന്നാസിനകത്ത്, ആ മണ്ണെണ്ണ എടുത്തോണ്ട് വന്ന് ആ ബെഡ്ഷീറ്റിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇപ്പൊ ഇതേ സമയമാണ് നമ്മുടെ നന്ദ വാഷ്റൂമിൽ നിന്നൊക്കെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. എന്താ നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. ആ ഒരു ശാന്തി മുഹൂർത്തം കഴിഞ്ഞതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് നമ്മുടെ നന്ദയുടെ മുഖത്ത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നന്ദ ഇറങ്ങി വരുമ്പോഴേക്കും നന്ദ കാണുന്നത് എന്താ, ഇവിടെ ബെഡ്ഷീറ്റ് ഒന്നും കാണുന്നില്ല, അലങ്കോലമായിട്ട് കിടക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തോ സംശയം തോന്നി നന്ദയ്ക്ക്. അറിയാലോ നമ്മുടെ പിങ്കിക്ക് പിങ്കിക്ക് ഇടയ്ക്കിടയ്ക്ക് കുരു പൊട്ടുന്ന സ്വഭാവം ഏറെക്കുറെ ഉണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ നന്ദ. അതുകൊണ്ട് നന്ദ ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പിങ്കിയുള്ള മണ്ണെണ്ണ എല്ലാം കൂടെ എടുത്ത് ആ ഒരു ബെഡ്ഷീറ്റിൽ ഇങ്ങനെ ഒഴിക്കുന്നു. ഓടിച്ചെന്നിട്ട് എന്താ പിങ്കി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇല്ല ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, നീ എന്റെ ഗൗതമിനെ സ്വന്തമാക്കാൻ നോക്കിയല്ലേ, ഇല്ല ഒരിക്കലും ഞാൻ എന്റെ ഗൗതമിനെ ആർക്കും ഞാൻ വിട്ടുതരില്ല, ഈ പിങ്കിയുടെ ശവത്തിൽ ചവിട്ടിയിട്ടേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കത്തുള്ളൂ, എന്റെ നെഞ്ചിന് ഞാൻ കൊണ്ടു നടക്കുന്നത് എന്റെ ഗൗതമിനെ, ആ ഗൗതമിനെ നിനക്ക് സ്വന്തമാക്കണമല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയുടെ നേരെ പിങ്കി ചെല്ലുകയാണ്. പിങ്കിയോട് ചോദിച്ചു, എന്താ പിങ്കി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ പിങ്കി, നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്, ഞാനും എന്റെ ഭർത്താവും, അതിൻ്റെ ഇടയിൽ നീ എന്തിനാ ഇടപെടുന്നത്, നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, നിനക്ക് അർജുനില്ലേ, അർജുനും നീ സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങിയില്ലേ, ആര് പറഞ്ഞു ഞാനും അർജുനും സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്ന്, ഇല്ല എനിക്കൊരിക്കലും എന്റെ ഭർത്താവായിട്ട് അർജുനെ അംഗീകരിക്കാൻ പറ്റില്ല, ഈ വീട്ടിൽ ഇത്രയും നാൾ ഞാൻ പിടിച്ചു നിന്നത് ഒറ്റ കാരണത്താൽ മാത്രമാണ്, ആ കാരണം ഗൗതം എനിക്ക് എന്തെങ്കിലും സ്വന്തമാകുമെന്ന ആ ഉറപ്പ് എന്റെ മനസ്സിനുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്നത്, അല്ലാതെ ഒരിക്കലും ഞാൻ അർജുന്റെ ഭാര്യ ആയിട്ടല്ല ഈ വീട്ടിൽ കഴിഞ്ഞത്, എനിക്കതിന്റെ കാര്യമില്ല, എനിക്ക് എന്റെ ഗൗതമിന് മതി, ഗൗതം എന്റെ ആകണം, എന്റെ മാത്രം ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് വീണ്ടും റൂമിലേക്ക് ഭ്രാന്ത് പിടിച്ചു പോവുകയാണ് നമ്മുടെ പിങ്കി. അങ്ങനെ നേരെ പുറകെ നമ്മുടെ നന്ദ ചെല്ലാൻ ശ്രമിച്ചു. അങ്ങനെ നന്ദ പുറകെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി നേരെ കയറി വാതിലടച്ചിട്ട് ഷവറും തുറന്ന് അവിടെ നിന്ന് പൊട്ടി അലറിക്കരയുകയാണ് പിങ്കി അലറിക്കരഞ്ഞു. കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിന്നു, കുറച്ചു നേരം ഇങ്ങനെ ഷവറിന്റെ അടിയിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരയാണ് നമ്മുടെ പിങ്കി. സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്നു. ഒരു ഭ്രാന്തിയുടെ ആ ഒരു ഭീകര അവസ്ഥയിൽ തന്നെയാണ് പിങ്കി ഉള്ളത്. എന്ത് ചെയ്യാനായിട്ട് കഴിയും നന്ദയ്ക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിങ്കിയുടെ അവസ്ഥ നന്ദ ഇങ്ങനെ ഓർക്കുമ്പോഴേക്കും പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്ക് അങ്ങോട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാരണം പിങ്കിയുടെ അവസ്ഥ എന്താണെന്ന് ഏകദേശമൊക്കെ നന്ദയ്ക്ക് അറിയാം.
ഒരിക്കലും ഗൗതമിനെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് പിങ്കിക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ നന്ദ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടാണ് അർജുനെ കൊണ്ടുവന്നത്. ഏകദേശം മാറിയെന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണല്ലോ ഇന്നലെ മുതൽ വീണ്ടും എന്താ പറയുക, എന്തോ വരി പൊട്ടുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആ ഒരു അവസ്ഥയിലായി പോയി നമ്മുടെ പിങ്കി. അങ്ങനെ പിങ്കി നേരെ റൂമിനകത്തേക്ക് പോയി. അപ്പോഴത്തേക്കും നന്ദയുടെ ഈ എടുപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും ഗൗതം വന്നു എന്താ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയില്ല ഗൗതം, പിങ്കിയുടെ സമനിലയാകെ തെറ്റിയിരിക്കുകയെന്ന് തോന്നുന്നത്. ഇന്നലത്തെ ദിവസം പിങ്കിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അവൾ കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, അതുപോലെ അവൾ ഓരോന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനിടയിലായിട്ട് നമ്മുടെ പവിത്രനെ കാണിക്കുന്നുണ്ട്. പവിത്ര പിച്ചും പേയും ഒക്കെ പറഞ്ഞ് പതുക്കെ പൊങ്ങി എണീറ്റ് വായൊക്കെ പൊളിച്ച് വരുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയിലാണ് പിങ്കി വരുന്നത്. ഏതായാലും അർജുനും വരുന്നു, പിങ്കി വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി വരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന്, പിങ്കി അല്ലാട്ടോ, അർജുൻ വരുന്നു, പിന്നെ നമ്മുടെ നന്ദയുണ്ട്, ഗൗതമുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി, അവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പിങ്കി ബാത്റൂമിൽ കയറി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അർജുന് ഇതൊന്നും അറിയത്തുമില്ല. അങ്ങനെ അർജുനെ ഒന്നും അറിയിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അർജുൻ പിങ്കിയെ ഉറപ്പായിട്ടും പറഞ്ഞു വിടും തന്റെ ജീവിതത്തിൽ നിന്ന്. അങ്ങനെ ഗൗതം പറഞ്ഞു ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല, അവരുടെ ജീവിതത്തിൽ ഒരു വിള്ളലും ഉണ്ടാകാൻ പാടില്ല, എങ്ങനെയെങ്കിലും പിങ്കിയെ പറഞ്ഞു മനസ്സിലാക്കണം, അത് എന്നെ കൊണ്ടേ സാധിക്കത്തുള്ളൂ എന്ന് നമ്മുടെ ഗൗതം പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദയും പറയുന്നുണ്ട് എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൗതം സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും അർജുനെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ, പിങ്കി ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുത്തേ പറ്റൂ, അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗൗതമും നന്ദയും സംസാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പിങ്കി ഇനിയിപ്പോ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്ന പിങ്കിക്ക് തന്നെ അറിയില്ല. അർജുന്റെ മുമ്പിൽ എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് എല്ലാം വിളിച്ചു പറഞ്ഞാൽ അർജുൻ വീണ്ടും വീട് വിട്ടിറങ്ങും. അത് വീണ്ടും വലിയൊരു അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കത്തുള്ളൂ എന്നറിയാം. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും പിങ്കി ഇനിയിപ്പം എന്താണ് പിങ്കിയുടെ ഉദ്ദേശം, ഇനിയിപ്പം പിങ്കി എന്ത് ചെയ്യും എന്നൊന്നും നമുക്ക് ഇന്നത്തെ വിശേഷത്തിൽ അറിയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ വിശേഷം റൂട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇന്നലെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ചെറിയ പ്രമോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കണ്ടു കാണും, 2 പട്ടാളക്കാര്, അതായത് 2 പട്ടാളക്കാരുടെ വേഷമിട്ട് 2 വ്യക്തികൾ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ആദിയും അഭിരാമിയും ഒരു മിനിറ്റ് ഞാനിപ്പോ പറയാമേ. ആദിത്യനും അഭിരാമിയും ആണ് 2 വ്യക്തികള് നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. 2 പട്ടാളക്കാരുടെ വേഷമൊക്കെയാണ് അവരിട്ടിരിക്കുന്നത്. പിന്നെ 2-3-4 എന്താ പറയുക ചെറുപ്പക്കാരെയും കാണിച്ചിട്ടുണ്ട്. ഏതായാലും എങ്ങനെയാണ് കഥ പോകുന്നതെന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഈ റൂട്ട് എന്ന്. നമ്മൾ അറിയുമ്പോഴത്തേക്ക് പറയാട്ടോ. പുതിയ അതിഥികൾ എത്തുന്നു. ഒരാൾ പ്രഗ്നന്റ് ആണ്, അതായത് നമ്മുടെ അഭിരാമി പ്രഗ്നന്റ് ആയിട്ടാണ് വരുന്നത്. നന്ദിയുടെ ജീവിതത്തിലും ഗൗതമിന്റെ ജീവിതത്തിലും വലിയൊരു വിള്ളൽ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ വരവ്. ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരാരാണ് എന്നൊക്കെ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രമോ നമുക്ക് കിട്ടിയത് കൊണ്ട് ഞാനങ്ങ് നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്, കഥ എങ്ങോട്ടേക്കാണ് വഴിമാറി സഞ്ചരിക്കാൻ പോകുന്നതെന്നൊക്കെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.